നമ്മുടെ രാജ്യത്ത് അസാധാരണമായി എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? വലിയ ക്രൂഷ്യലായ ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം പറയുന്ന വളരെ സൂക്ഷിച്ചു വേണം. ഞാൻ ഈ വിദേശ ഡിഫൻസ് സൈറ്റുകൾ നോക്കുകയായിരുന്നു. അതിനകത്ത് ഇന്ത്യയെ നിരീക്ഷിക്കുന്ന ചില സൈറ്റുകൾ പറയുന്നു ഇന്ത്യയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കഴിഞ്ഞ ദിവസം കണ്ടു. എന്തിനായിരുന്നു കൂടിക്കാഴ്ച എന്ന് പറഞ്ഞിട്ടില്ല. അതിനുശേഷം അപ്പോൾ നമ്മൾ ഓർക്കുക, പിന്നെ രാഷ്ട്രപതി ഇടയ്ക്ക് രാഷ്ട്രപതിയെ പ്രധാനമന്ത്രി കാണാറുണ്ട്. രാഷ്ട്രപതിയെ പോയി പ്രധാനമന്ത്രി പോയി കാണും. അതിനകത്ത് ഇപ്പോൾ എന്താ അസ്വാഭാവികമായി എന്താണ് അങ്ങനൊന്നും എന്നൊന്നും പോയി കാണാറില്ല. പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പോകുന്നത്. രണ്ടാമത് ഈ വിദേശ സൈറ്റുകളിൽ പറയുന്നതാണ്, അതിനുശേഷം രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ ഉടനെ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും കൂടെ ഒരു മീറ്റിംഗ് ചേർന്നു. ആ മീറ്റിംഗ് പൂർത്തിയായി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ 3 സേനാ വിഭാഗങ്ങളുടെ തലവനും ദേശീയ സുരക്ഷാ അഡ്വൈസർ അജിത് ഡോവലും കൂടെ ഒരു മീറ്റിംഗ് നടന്നു. അജിത് ഡോവൽ എന്തിനാണ് സേനാ തലവന്മാരെ കണ്ടത്? അപ്പോൾ സർവ്വസൈന്യാധിപൻ ആണ് രാഷ്ട്രപതി. സൈന്യാധിപയായ രാഷ്ട്രപതിയെ പ്രധാനമന്ത്രി കാണുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെലിബറേഷൻസിൻ്റെ ഭാഗമായിട്ടാണോ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും കാണുന്നത്? അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം 3 സേനാ തലവന്മാരെ അജിത് ഡോവൽ കാണുന്നു. അതിനുശേഷം വിദേശ പ്രതിരോധ സൈറ്റുകൾ പറയുന്നു ഇന്ത്യയുടെ വ്യോമത്താവളങ്ങളിൽ നിന്ന് യുദ്ധവിമാനങ്ങളുടെ ഒരു റീഡിപ്ലോയ്മെൻറ്റ് നടക്കുന്നുണ്ട്. ചിലത് അങ്ങോട്ട് മാറ്റുന്നു, ചിലത് ഇങ്ങോട്ട് മാറ്റുന്നു, ഒക്കെ നടക്കുന്നു. വളരെ പെട്ടെന്ന് വേറൊരു കാര്യം നടന്നതായിട്ട് പറയുന്നു. ജമ്മു കാശ്മീരിലേക്ക് 20 ബറ്റാലിയൻ CRPF ഫോഴ്സിനെ അഡീഷണൽ ആയിട്ട് നിയോഗിച്ചു. 20 ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ 20,000. ഒരു ബറ്റാലിയൻ 1000 പേരാണ്. അപ്പോൾ ജമ്മു കാശ്മീരിൽ ഇതുവരെ എത്ര ഉണ്ടെന്നുകൂടെ നോക്കണം. ജമ്മു കാശ്മീരിൽ 247 ബറ്റാലിയൻ CRPF ഉണ്ട്. ഒരു ബറ്റാലിയനിൽ 1000 പേരാണ്. 247 ബറ്റാലിയൻ CRPF ഭടന്മാർ പറഞ്ഞാൽ 247 × 1000 2.5 ലക്ഷത്തോളം അല്ലെങ്കിൽ CRPF ഭടന്മാർ ഇപ്പം തന്നെയുണ്ട്. അതിൻ്റെ കൂടെ 20,000 പേരെക്കുള്ള ആഡ് ചെയ്തു. അപ്പോൾ നിലവിലുള്ള CRPFൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ജനറൽ ഡ്യൂട്ടിക്ക് 201 ബറ്റാലിയൻ, മഹിളാ യൂണിറ്റ് സ്ത്രീകളുടെ യൂണിറ്റ് 6, RAF 16, അതുകൂടാതെ കോബ്ര എന്ന് കിട്ടിയിട്ടില്ല. കോബ്ര നമ്മുടെ എലീറ്റ് കമാൻഡോ ഫോഴ്സാണ്. അതിൻ്റെ 10 ബറ്റാലിയൻ അവിടെയുണ്ട്. അങ്ങനെ 1200 പേരാണ് ഒരു ബറ്റാലിയൻ. 1200 പേരുള്ള 20 ബറ്റാലിയനെ കൂടെ. അപ്പോൾ നോക്കൂ, ഇതെല്ലാം കൂടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സേനാ തലവന്മാരും അജിത് ഡോവലും ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ പല വ്യോമത്താവളങ്ങളിൽ നിന്നും വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. ചില വിമാനങ്ങളെ ഹെവിലി മിലിറ്ററി പ്ലെയിൻ ആക്ടിവിറ്റീസ് ഇന്ത്യയിൽ കാണുന്നു എന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ 20,000 പട്ടാളക്കാരെ CRPF ഭടന്മാരെ കാശ്മീരിലേക്ക് അയക്കുന്നു. തീർന്നില്ല, ഇന്ത്യ അടിയന്തരമായി 87 കോമ്പാറ്റ് ഡ്രോൺസ് വാങ്ങിച്ചു എന്ന് പറയുന്നു. ഡ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ ഡ്രോൺ അല്ല, മറ്റേ വിമാനം പോലെ തന്നെയുള്ള 8 മണിക്കൂർ വരെയൊക്കെ പറക്കാൻ പറ്റുന്ന 1000-1500 കിലോ സ്ഫോടക വസ്തുക്കൾ, ആയുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന കൂറ്റൻ ഡ്രോണുകൾ, അറ്റാക്ക് ഡ്രോണുകൾ വാങ്ങിച്ചിരിക്കുന്നു. ഈ MQ-9 പ്രഡേറ്റർ ഡ്രോൺ പോലും ഇന്ത്യ ഈ ഘട്ടത്തിൽ വാങ്ങിച്ചോ എന്ന് സംശയിക്കുന്നു എന്നാണ് പ്രതിരോധ നിരീക്ഷകർ, ഡിഫൻസ് ഒബ്സർവർമാരുടെ സൈറ്റിൽ. അപ്പോൾ ഇന്ത്യയിൽ എന്തോ അസ്വാഭാവികമായി നടക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഇത് ഈ ദിവസങ്ങളിലുള്ള ഇന്ത്യയിലെ വിവരങ്ങളാണ്. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തു വന്നൊരു കാര്യം പറയാം. ഇപ്പോൾ ജസ്റ്റ് നൗ 1 മണിക്കൂർ മുമ്പ് പുറത്തു വന്നൊരു വാർത്തയാണ്. അതായത് ഭഗവൽപൂരിലാണ് ജയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം. അവിടുത്തെ ഷുബാനുള്ള മർക്കസ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരി തകർത്തു. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ നമ്മൾ ഇതേക്കുറിച്ച് പറഞ്ഞു. അവരുടെ ആസ്ഥാനം മുഴുവൻ തകർന്നു പോയത്. അവരുടെ ഭഗവൽപൂർ വിട്ടിട്ട് അവരുടെ ആസ്ഥാനം ഭഗവൽപൂരിലെ മുരിത്കയിലായിരുന്നു. മുരിത്കയിൽ നിന്ന് ആസ്ഥാനം ജാങ്ങിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഇപ്പം വന്നിരിക്കുകയാണ്. ജയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം ജാങ്ങിലേക്ക് മാറ്റുന്നു. അവിടെ 105 ഏക്കർ ഭൂമിയുള്ള ഒരു മദ്രസ അതിനുവേണ്ടി വിട്ടുകൊടുത്തു എന്ന് ഇന്നത്തെ ന്യൂസാണ് ഇന്ന്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കിയാൽ, അതിന് മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞല്ലോ എന്താണ്, അതായത് മസൂദ് അസർ ജയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ, പാക് അധിനിവേശ കാശ്മീരിലായിരുന്ന അയാളെ കഴിഞ്ഞ ദിവസം സ്കർദ് പ്രദേശത്തെ സത്പാറ ഭാഗത്ത് കണ്ടു. അത് ഗിൽജിത്ത്
ബാൾട്ടിസ്ഥാൻ മേഖലയിലാണ്. അവിടേക്ക് അയാൾ മാറിയിരിക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. സംതിങ് റോങ് എന്ന് പറയാം അല്ലേ? അതായത് ഇന്ത്യ ഇങ്ങനെ കുറേ തയ്യാറെടുപ്പ് നടത്തുന്നു, ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം മാറ്റുന്നു, ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മാറുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങൾ നിർത്തിയിട്ടില്ല, ഞങ്ങളത് ഓങ്ങി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കൂട്ടി വായിക്കൂ, TRFനെ, ദ റെസിസ്റ്റൻസ് ഫോഴ്സിനെ ഭീകര സംഘടനയായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചു. ഇന്ന് അടുത്ത വാർത്ത വന്നിട്ടുണ്ട്, ചൈന പറയുന്നു, ചൈന പഹൽഗാം ഓപ്പറേഷന് ശേഷം പാകിസ്ഥാനെ ആയുധം കൊടുത്ത് സഹായിച്ച രാജ്യമാണ്. ചൈന ഔദ്യോഗികമായി പഹൽഗാം ഓപ്പറേഷനെ ഇന്ന് അപലപിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രതിരോധ നിരീക്ഷകർ ചോദിക്കുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യ അടുത്ത ഒരു ആക്രമണം, പാകിസ്ഥാനിലെ ഈ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ഉള്ള അടുത്തൊരു ആക്രമണത്തിന് ഒരുങ്ങുന്നുണ്ടോ, അതോ ഇന്ത്യക്ക് നേരെ എന്തെങ്കിലും ആക്രമണം നടത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുള്ള ഇൻ്റൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഫീല് പൊതുവേ ഉണ്ട്. ഇത് നമ്മൾ അറിയുന്നില്ല. ഇപ്പം നമ്മളൊരു സ്പെക്കുലേഷനാണ്. സ്പെക്കുലേഷൻ എന്നല്ലേ വെറുതെ ഇരുന്നിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ ആളെ പേടിപ്പിക്കല്ലേ, രാജ്യത്തിനെതിരാണെന്നൊക്കെ പറയുന്ന നമ്മുടെ ദേശസ്നേഹികളായുള്ള പറയുന്നത്. പക്ഷെ നമ്മളല്ല, പുറത്തുള്ള, ഇന്ത്യക്ക് പുറത്തുള്ള ഈ ഡിഫൻസ് കാര്യങ്ങൾ, ലോകത്തിൻ്റെ സൈനിക നീക്കങ്ങൾ, ഇതൊക്കെ നിരീക്ഷിക്കുന്ന കുറേ മാധ്യമപ്രവർത്തകരും നിരീക്ഷകരുണ്ട്. അവർ നിരീക്ഷിച്ചിട്ട് അവരുടെ സൈറ്റുകളിൽ വരുന്ന വിവരമാണ് എന്തോ ഇന്ത്യ പാകിസ്ഥാൻ മേഖലയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ജിക്സോ പസിൽ പോലെയാണ് കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ ഒരടി കൂടി നടക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്തു പറഞ്ഞടിക്കും? ഇപ്പോൾ ഈ അടുത്ത സമയത്താണല്ലോ നമ്മളിപ്പം നമ്മുടെ ബ്രഹ്മോസ് മിസൈലിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ പ്രൊജക്ട് വിഷ്ണു അത് പരീക്ഷിക്കുന്നു. അത് പരീക്ഷിക്കുക മാത്രമല്ല, പൃഥ്വി, അഗ്നി ഇതിൻ്റെ അപ്ഡേഷൻസ് ഉണ്ടായി. ഈ കൂട്ടിക്കാഴ്ചയ്ക്ക് ശേഷം ആകാശിൻ്റെ വ്യോമ പ്രതിരോധ ഉണ്ടാകുന്നു. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നമ്മളിവിടെ തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട് അല്ലേ? എന്തോ തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ നമുക്ക് നേരെ എന്തോ വരാൻ പോകുന്നുണ്ട്. നമ്മൾ പ്രതിരോധിക്കാനും ആവാം. നമ്മളായിട്ട് ആക്രമിക്കാനുള്ളൊരു സാധ്യതയില്ല. ഒരിക്കലും നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിച്ച ശീലമില്ല. നമുക്കൊരു അടി കിട്ടുമ്പോൾ നമ്മളൊരു 10 അടി തിരിച്ചങ്ങ് കൊടുക്കും. ഇതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ രാജ്യത്ത് അസ്വാഭാവികമായ എന്തോ ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന് സ്വാഭാവികമായിട്ട് സംശയിക്കാം. നമ്മുടെ സംശയമല്ല, പുറത്തുള്ള ആളുകൾ സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് നടക്കുന്ന യുദ്ധത്തിന് നമ്മൾ നാളത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം. അപ്പോൾ ഇത് എന്തിനാണ് ഇപ്പോൾ അങ്ങനെ ഒരു മീറ്റിംഗിൽ വെക്കുമ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നത്? അത് കാണാം. ഇനിയിപ്പോൾ യുദ്ധമൊക്കെ നിയന്ത്രിക്കാൻ പോകുന്ന AI ഒക്കെയാണ്. ഇപ്പം ഈ ഇലോൺ മസ്ക് പറഞ്ഞു, ഇനി യുദ്ധവിമാനങ്ങളല്ല വേണ്ടത്, യുദ്ധവിമാനങ്ങളുടെ കാലം കഴിഞ്ഞു. നിങ്ങൾ ഈ കോടികൾ മുടക്കിയിട്ട് വലിയ സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള പുതിയ വിമാനങ്ങൾ ഇതിലുണ്ട്. ഇനി വേണ്ടത് ഡ്രോണുകളാണ്. ആൾനാശമില്ലാതെ വിമാനത്തിന്റെ 10-1 100 ചെലവ് മാത്രമേ ഉള്ളൂ ഡ്രോണിന്. അങ്ങനെയുള്ള ഡ്രോണുകൾ ആണ് ഇനിയത്തെ യുദ്ധങ്ങൾ നിയന്ത്രിക്കാനിരിക്കെ എന്തിനാണ് വിമാനങ്ങൾക്ക് വേണ്ടി വലിയ ഗവേഷണവും വലിയ പണച്ചെലവും നടത്തുന്നത്? നിങ്ങൾ 5th ജനറേഷൻ 4th ജനറേഷൻ അല്ലെങ്കിൽ 6th ജനറേഷൻ ഡ്രോണുകൾ ഉണ്ടാക്കുക. അത്തരം ഡ്രോണുകളെ നമുക്ക് വേണമെങ്കിൽ കമാൻഡ് സെൻറ്ററിൽ നിന്ന് നിയന്ത്രിക്കാം, അല്ലെങ്കിൽ ഒരു വിമാനത്തിൽ നിന്ന് നിയന്ത്രിക്കാം. ഡ്രോണുകളെ വിടുക. അപ്പോൾ ആൾനാശമില്ല, സാമ്പത്തിക ലാഭവുമാണ്. അങ്ങനെ ആധുനികവൽക്കരണം സൈന്യത്തിൽ വരും. അപ്പം നമ്മളിപ്പോൾ അടിയന്തരമായി 87 ഡ്രോണുകൾ HQ-9 ഈ പ്രൊഡേറ്റർ ഡ്രോണുകൾ ഒക്കെ വാങ്ങുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള വാർത്തകൾ ഇപ്പോൾ വരുമ്പോൾ എന്തൊക്കെയോ ഈ ഉണ്ടെന്നുള്ള സംശയം. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു സംശയം എന്നുള്ളത്. കാരണം നമുക്ക് ചില കാര്യങ്ങൾ പറയാനുള്ള പരിമിതി ഉള്ളത് കൊണ്ടാണ്. പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ആരെയും പരിഭ്രാന്തരാക്കാനല്ല, നമുക്ക് ചിലത് പറയാൻ പരിമിതിയുണ്ട്. പക്ഷേ ഈ പ്രതിരോധ സൈറ്റുകളിൽ ഇന്ത്യയിൽ നടക്കുന്ന അവർ വളരെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ ഹെവിലി റീപ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട്. വലിയ തോതിൽ വിമാനങ്ങൾ റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം നടക്കുന്ന ഒരു ചെറിയ പീരീഡിലാണ്. അപ്പോൾ അസ്വാഭാവികമായ എന്തോ ചില കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ ആശങ്കപ്പെടുന്നതുകൊണ്ട് നമ്മുടെ രാജ്യം സുസജ്ജമാണ്. നമുക്ക് ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ഒരു പരിമിത യുദ്ധം നടന്നിട്ട്, അൺഡിക്ലെയർഡ് വാർ, അപ്രഖ്യാപിത യുദ്ധം നടന്നിട്ട് നമുക്ക് ഒരു മനുഷ്യൻ പോലും നമ്മുടെ കൊല്ലപ്പെട്ടില്ല, ഒരു വൈക്കോൽ തുറുവിന് പോലും തീപിടിച്ചില്ല. എന്നാൽ പാകിസ്ഥാനാണെങ്കിൽ തവിടുപൊടിയായി കിടക്കുകയാണ്. അവിടെ പല വ്യോമത്താവളങ്ങളും ഉപയോഗിക്കാൻ പറ്റാതെ ഇപ്പോഴും തുടരുകയാണ്. വിമാനത്താവളം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മുന്നറിയിപ്പാണ് നോട്ടാം കൊടുത്തിരിക്കുന്ന എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക എന്നൊക്കെ അറിയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി. അവിടെ ഒരു ഫെയിൽഡ് മാർഷൽ പദവി ഒരാൾക്ക് കൊടുത്തു എന്ന് ഒഴിച്ചാൽ പാകിസ്ഥാൻ ഈ അടി കൊണ്ട്
ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പോൾ ഏതായാലും ആശങ്കകൾക്ക് കാര്യമില്ല. രാജ്യം സുസജ്ജമാണ്. നമ്മൾ സൈനിക കാര്യങ്ങളിൽ കൂടുതൽ വിജിലൻ്റാണ്, കൂടുതൽ ജാഗ്രതയോടെ നിൽക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ഇങ്ങനെ വിദേശ നിരീക്ഷകർ പറയുന്നതൊക്കെ പറയട്ടെ, അത് അവരുടെ പണി, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇങ്ങനെയൊക്കെ ആൾ പറയുന്നുണ്ട് എന്നൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, ഇങ്ങനെയും ചിലത് നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. അത് എന്തിനാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. നമ്മൾ സ്പെക്കുലേഷൻ, ഊഹാപോഹങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. ഈ പറഞ്ഞതെല്ലാം കൂടെ കണക്ട് ചെയ്തെടുത്ത് വിദേശത്തുള്ള നിരീക്ഷകർ പറഞ്ഞ കാര്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.